ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ കാണുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് എനിക്ക് അപ്രൂവൽ ആയിട്ടുള്ള എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. 5000 രൂപയാണ് എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അപ്രൂവൽ ലഭിച്ചത്. 14.99% ഇൻട്രസ്റ്റ് റേറ്റ്. പ്രോസസ്സിംഗ് ഫീ 0 ആണ്. പ്രോസസ്സിംഗ് ഫീ അവർ വേണ്ട എന്നാണ് പറയുന്നത്. ടെന്യൂർ 3 മാസമാണ് അവർ തിരിച്ചടവ് കാലാവധി തന്നിട്ടുള്ളത്. അത് 1708 വെച്ച് 3 മാസത്തെ EMI ആണ് വരുന്നത്. അപ്പോൾ റീപേയ്മെൻറ്റ് പ്ലാൻ നിങ്ങൾ കാണുന്നുണ്ട്. എല്ലാ മാസവും 1-ാം തീയതി 1708 രൂപ വെച്ച് അടയ്ക്കണമെന്നാണ് ഈ ആപ്ലിക്കേഷനിൽ എനിക്ക് അപ്രൂവൽ ചെയ്ത എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ റിയൽ ആണോ ഫേക്ക് ആണോ എന്നൊന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, രാഹുൽ ടെക് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഒരു പുതിയൊരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ റിയൽ ആണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അപ്ലൈ ചെയ്യുന്നതടക്കം ഞാൻ ലൈവ് പ്രൂഫ് അടക്കം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ മൊത്തമായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം ഇതിൻ്റെ പകുതിയിൽ നിന്ന് ആപ്പിൻ്റെ പേര് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ പോയി പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കരുത്. ഈ ആപ്ലിക്കേഷൻ ഈ ഒരു വീഡിയോ മൊത്തമായി കണ്ടതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനം എടുത്ത ശേഷം മാത്രം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത് ഏതാണ് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് പ്രസ് മണി എന്നാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ചാടി കയറിപ്പോയി അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. വീഡിയോ മൊത്തമായി കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രസ് മണി എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. സ്റ്റോറോസ് വ്യാപാർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ലെൻഡറാണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പ്ലേ സ്റ്റോറിൽ ഏകദേശം 4.7 സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത്. അതുപോലെ 100K+ ഡൗൺലോഡ്സും ഈ ഒരു ആപ്ലിക്കേഷന് പ്ലേ സ്റ്റോറിലുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൻ്റെ ലെൻഡർ എന്ന് പറയുന്നത് സ്റ്റോറോസ് വ്യാപാർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന NBFC എന്നാണ്. NBFC ആണ് ഇവർ പറയുന്നത്. അത് ലോണായിട്ട് ഇവർ പറയുന്നത് 5000 മുതൽ 5 ലക്ഷം വരെയാണ്. 90 ദിവസം മുതൽ 60 മാസത്തെ തിരിച്ചടവ് കാലാവധിയൊക്കെ വരുന്നുണ്ട്. ആനുവൽ പെർസെൻറ്റേജ് റേറ്റ് ആയിട്ട് 17% to 45%. എലിജിബിലിറ്റി ക്രിറ്റീരിയ എന്ന് പറയുമ്പോൾ പാൻ കാർഡ്, ആധാർ കാർഡ്, പിന്നെ 21 വയസ്സായിരിക്കണം. ഇത്രയും ഡീറ്റെയിൽസാണ് ഇവരിൻ്റെ ഇതിൽ കാര്യങ്ങളിലൊക്കെ പറയുന്നത്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ NBFC ആണോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അതായത് നമ്മൾ RBI അപ്രൂവ്ഡ് ആയ ലിസ്റ്റിലുള്ള NBFCയുടെ ലിസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ലിസ്റ്റ് നമ്മളിപ്പം ക്രോമിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്കും കിട്ടുന്നതാണ്. ഞാനത് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ലോഡിംഗ് ആണ്, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറോസ് വ്യാപാർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റോറോസ് എന്ന് അടിച്ചിട്ടൊന്ന് സെർച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് 8042 സ്റ്റോറോസ് വ്യാപാർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ലെൻഡർ കാണുന്നുണ്ട്. ഓക്കെ, കൊൽക്കത്തയാണ് അതിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാവും. ഇനി ഈ ആപ്ലിക്കേഷൻ വഴി ഒന്ന് അപ്ലൈ കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതിനായി ആദ്യം നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഒരു 1 ടൈം പാസ്വേഡ് എന്നായിരിക്കും. ആ 1 ടൈം പാസ്വേഡും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉള്ള നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എൻ്റർ ചെയ്യാനായിരിക്കും. അതുപോലെ പിൻകോഡ്, നാഷണാലിറ്റി, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അവിടെ നമ്മുടെ സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയിഡ് ആണോ എന്നുള്ള സെലക്ട് ചെയ്യാൻ പറയും. ഇപ്പോൾ നമ്മൾ സാലറീഡ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണ് എമൗണ്ട്, ലെസ് ദാൻ 5 lakh അല്ലെങ്കിൽ 2 lakh എത്രയാണോ ഉള്ളത് അത് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2.2 to 5 lakh കൊടുക്കുന്നുണ്ട്. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു. ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ കൺഗ്രാജുലേഷൻ, നമുക്ക് 1 ലക്ഷമാണ് ഇവർ ലിമിറ്റ് പറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് ഫിനിഷ് KYC എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഫിനിഷ് KYC എന്ന് കൊടുത്തു. അവിടെ നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാണ്ട്, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ്, IFSC കോഡ്, ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ 1 ലക്ഷം രൂപ ഇവർ ലിമിറ്റായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് അപ്ലൈ എന്നുള്ള ആ ഭാഗത്തുനിന്ന് കൊടുക്കാം. ഓക്കെ, അപ്ലൈ എന്നുള്ള ഭാഗത്ത് അപ്പം നമുക്ക് 5000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ നമുക്ക് എത്രയാണോ ലോൺ വേണ്ടത് സെലക്ട് ചെയ്യാം. നമുക്ക് 5000 ആണെങ്കിൽ 5000 സെലക്ട് ചെയ്യാം. എത്രയാണോ വേണ്ടത് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ഒരു 5000 നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു 3 മാസത്തേക്ക് 3 മാസത്തേക്ക്. അപ്പോൾ എല്ലാ മാസം റീപേയ്മെൻറ്റ് ഡേറ്റ് വരുന്നത് ഫസ്റ്റ്, എല്ലാ മാസത്തെയും ഫസ്റ്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ അപ്ലൈ നൗ എന്നുള്ളതൊന്ന് കൊടുത്തു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡ് ആവും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 5000 രൂപ അപ്രൂവൽ ആയിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് 5000 രൂപ നമ്മളിപ്പോൾ ലോണായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, എടുത്തു എന്നല്ല, നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. ഇതിൽ കാണിക്കുന്നത് 5000 രൂപ അപ്രൂവൽ ആയി എന്നാണ്. അപ്പോൾ നമുക്ക് ഗെറ്റ് ലോൺ സാങ്ഷൻ ലെറ്റർ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ EMI ഡേറ്റ്, EMI ഒക്കെ കാണിക്കുന്നുണ്ട്. 1708 രൂപ വെച്ച് 3 മാസത്തേക്കാണ് ഇവർ EMI ഒക്കെ പറയുന്നത്. നമുക്ക് ഗെറ്റ് ലോൺ സാങ്ഷൻ ലെറ്റർ എന്നുള്ള അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോൺ ലെറ്റർ ഹാസ് ബീൻ സെൻഡ് ടു നമ്മുടെ ഇമെയിൽ ID സെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് ലോൺ ആവുന്നുണ്ട്. ഓക്കെ, 5000 രൂപ 14.99 ഇൻട്രസ്റ്റിലാണ് ഇവർ പറയുന്നത്. പക്ഷേ അതിന് മുമ്പ് അവർ പറയുന്നത് നമുക്ക് അപ്രൂവ് ആയിട്ടുണ്ട്, പക്ഷേ ഈ എമൗണ്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ആദ്യത്തെ EMI ഇവർക്ക് അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഒരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനും
ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് EMI ചോദിക്കാറില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു ജെന്യുവനായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ആപ്ലിക്കേഷൻ അല്ല. കാരണം നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഈ 1708 രൂപ പോവുകയും ചെയ്യും, നമുക്ക് ലോൺ ലഭിച്ചു എന്നും വരില്ല. അപ്പോൾ ഈ ഒരു ലെൻഡർ RBI ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എത്രയാണോ എമൗണ്ട് അപ്രൂവൽ ആയത് ആ എമൗണ്ടിൻ്റെ ആദ്യത്തെ EMI നമ്മൾ ആദ്യം ഇവർക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഒരു എന്താ പറയുക ജെന്യുവിനിറ്റി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി അപ്ലൈ ചെയ്യാതെ ഇരിക്കുന്നതാണ് ഏറ്റവും